സെറീന അഖിലേട്ടനാണോ ഫ്ലൈറ്റ് ടിക്കറ്റ് അറേഞ്ച് ചെയ്ത് ഇങ്ങോട്ട് വരാൻ ഇനാഗ്രേഷൻ? ഒന്ന് ചോദിച്ചു റീഇംബേഴ്സ്മെന്റ് വല്ലതും ഉണ്ടോ? ഹലോ, ഞാനൊന്നും പറയുന്നില്ല. എങ്ങനെയുണ്ട് നിങ്ങൾക്ക്? സലൂൺ ഇഷ്ടപ്പെട്ടോ? സലൂൺ അടിപൊളിയല്ലേ? സൂപ്പർ ആയിട്ടില്ലേ? എല്ലാവരും വരണം, നിങ്ങളുടെ എല്ലാവരുടെയും ഫാമിലീസും വരണം. ബ്ലൂ ബേർഡും യെല്ലോ ബേർഡും ബ്ലാക്ക് ബേർഡ്സും എല്ലാം വരണം. വരത്തില്ലേ? സെറീന ഇപ്പൊ ഇനി തിരിച്ചു പോവോ? പെട്ടെന്ന് തന്നെ പോകുമോ? മറ്റന്നാൾ പോകും. അത് ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ മതി. ഞാനൊന്നും നോക്കിയിട്ട് പറയാം. ഇപ്പം വിന്ററിലേക്ക് കിടക്കുകയാണെന്ന് തോന്നുന്നു. പക്ഷെ ദുബായ് ആയതുകൊണ്ട് ചില ആൾക്കാരെ പോലെ നമുക്ക് പറയാൻ പറ്റത്തില്ല. നിറം മാറും, കാലാവസ്ഥ മാറും. പ്രിവസി മാറ്റേഴ്സ്. സെറീന അഖിലേട്ടനാണോ ഫ്ലൈറ്റ് ടിക്കറ്റ് അറേഞ്ച് ചെയ്ത് ഇങ്ങോട്ട് വരാൻ ഇനാഗ്രേഷൻ? ഒന്ന് ചോദിച്ചു റീഇംബേഴ്സ്മെന്റ് വല്ലതും ഉണ്ടോ? ഞാൻ എന്റെ ഫാമിലി ആയിട്ട് വന്നതാണ്. ഇതിനു വേണ്ടി വന്നതാണോ? ഞാൻ മിനിഞ്ഞാന്ന് വന്നു. അവിടെ ആക്ച്വലി നാഷണൽ ഡേ ഹോളിഡേസ് 4 ദിവസം ലീവ് ഉണ്ട്. അപ്പൊ വന്നു. ഡെഫിനറ്റ്ലി ഇതൊരു മാറ്റർ തന്നെയാണല്ലോ നമുക്ക്. പിന്നെ ഒന്ന് നോക്കിയിട്ടാ 4 ദിവസത്തേക്ക് വന്നു. സെറീന എന്തുകൊണ്ടാണ് കേരളത്തിൽ സെറ്റിൽ ആവാത്തത്? അതിപ്പോ എന്റെ പേരൻസിനോട് ചോദിക്കേണ്ടി വരും. പണ്ട് കാലത്തെ അവർ ദുബായി പോയി കഷ്ടപ്പെട്ട് പണിയെടുത്ത് ജോലി ചെയ്ത് അവിടെ ജീവിച്ചോണ്ട് ഞാൻ അവിടെ ജനിച്ചു വളർന്നു. ഇവിടെ ഇഷ്ടമുണ്ടോ? ഇവിടെ നിൽക്കാനൊന്നും താല്പര്യമുണ്ടോ? നാട്ടിലോ? ഇപ്പൊ ആക്ച്വലി എല്ലാ മാസവും ഞാൻ നാട്ടിൽ വരുന്നുണ്ട്. ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം ഈ 1.5 വർഷമായിട്ട് എല്ലാ മാസവും ഞാൻ നാട്ടിലുണ്ട്. 2 ആഴ്ച 3 ആഴ്ച കൂടുമ്പോ നാട്ടിൽ വരും. കല്യാണം കഴിഞ്ഞോ? ആരാ ചോദിച്ചേ? ചേട്ടാ എന്ത് തോന്നുന്നു കണ്ടിട്ട് പറയാൻ പറ്റത്തില്ലല്ലോ കല്യാണം കഴിച്ചിട്ട്. അല്ല, നമ്മളെ പറ്റി ഒന്നും അന്വേഷിച്ചിട്ടില്ല, ഒന്നും എവിടെ അറിയത്തില്ലായിരിക്കും അല്ലേ. ഞാൻ സെറീന ജോൺസൺ, ബിഗ് ബോസിലെ ഒരു കണ്ടസ്റ്റന്റ് ആയിരുന്നു. കല്യാണം കഴിച്ചിട്ടില്ല. കഴിക്കുമ്പോൾ എന്തായാലും പറയാം, പക്ഷെ കഴിക്കുമ്പോൾ അറിയത്തില്ല. ദുബായിൽ വെച്ചിട്ട് കഴിക്കില്ല. പിന്നെ എന്റെ കുടുംബം എല്ലാം നാട്ടിലല്ലേ, അപ്പൊ കല്യാണം കഴിക്കുവാണെങ്കിൽ നാട്ടിലല്ലേ കഴിക്കാൻ പറ്റും. പക്ഷെ നമ്മള് കല്യാണത്തിന്റെ ഒരു മൈൻഡ് സെറ്റ് ഒന്നും അല്ല. ഇന്ന് രാവിലെ പോലും അമ്മ എന്റെ അടുത്ത് പറയുന്നത്, നീ കെട്ടണോ കെട്ടണ്ടയോ? കെട്ട്, പക്ഷെ ഒത്തിരി പ്രതീക്ഷിച്ച് കെട്ടരുത് അല്ലേ അമ്മ? അമ്മ രാവിലെ കൂടി എന്റെ അടുത്ത് അത് അഡ്വൈസ് ചെയ്തു. അപ്പൊ പിന്നെ എല്ലാരും കൂടി ഇങ്ങനെ മിക്സ് അഡ്വൈസ് ചെയ്യുമ്പോ എന്താ അമ്മ, ഞാൻ കെട്ടണം, കല്യാണം കഴിക്കണ്ടേ? രാവിലെ എന്റെ അടുത്ത് പറഞ്ഞു അധികം കെട്ടണ്ടാവും. ചേച്ചിയുടെ അമ്മയാണ്, ലക്ഷ്മി ചേച്ചിയുടെ അമ്മയാണ്. നാട്ടിൽ നിന്ന് ഇന്നലെ വന്നു. സെറിയോ? സെറിന്നൊക്കെ ചേച്ചി പോലും എന്റെ അടുത്ത് സെറിന്ന് വിളിക്കുന്നില്ല. സെറിന്ന്. ഓ, സ്നേഹം കൂടിയിട്ടോ ഞാൻ ആ ബട്ടർഫ്ലൈ ആണോ എന്ന് ചോദിച്ചത്. കഴിഞ്ഞ പ്രാവശ്യം പണിയുന്ന ബട്ടർഫ്ലൈ ആയിരുന്നു. ഞാൻ എന്നിട്ട് തിരിച്ച് കമന്റ് ഇട്ടതൊക്കെ പുള്ളി അങ്ങ് ഡിലീറ്റ് ചെയ്തു. പിന്നെ ഞാൻ കമന്റ് ഇട്ടു. പിന്നെ എല്ലാവരോടും പറഞ്ഞു നോക്കണേ, ഡിലീറ്റ് ചെയ്തോ. ഡിലീറ്റ് ചെയ്തിട്ട് ഇപ്പൊ അവിടെ ഇപ്പൊ എനിക്ക് ആ വീഡിയോ ഉണ്ടോന്ന് അറിയില്ല കേട്ടോ. ഏകദേശം 1 വർഷമായി. അയ്യോ, അത് വീട് ഞങ്ങൾ കോട്ടയമാണ്. സെറ്റിൽ ചെയ്തേക്കുന്ന കാക്കനാട് ഫ്ലാറ്റ്. ഓക്കെ, താങ്ക് യു, ബൈ, ഹാവ് എ ഗുഡ് ഡേ. എല്ലാവരും വരിക, സപ്പോർട്ട് ചെയ്യുക. കാക്കനാട് സൺറൈസ് ഹോസ്പിറ്റലിലെ